തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 14 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ ആധിപത്യം നേടിയെടുക്കുന്നവരാണ് സാധാരണഗതിയിൽ കേരളത്തിൽ ഭരണത്തിൽ വരുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. പാറശാല മുതൽ നെയ്യാറ്റിൻകരയും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ഒക്കെ കോൺഗ്രസിൻ്റെ സീറ്റുകളായിരുന്നു. തിരുവനന്തപുരം സെൻട്രലിലും അതുപോലെ തന്നെ അരുവിക്കരയിലും ഒക്കെ കോൺഗ്രസിൻ്റെ വിജയമായിരുന്നു. നെടുമങ്ങാടും വർക്കലയും ഒക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ വിജയിച്ച് കയറിയ സീറ്റുകളായിരുന്നു. എന്നിട്ടും കോൺഗ്രസ്സിന് ആ വിജയം 2016 21 ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് നിലവിലാകെ ഒരേ ഒരു സീറ്റാണുള്ളത്. അത് കോവളം സീറ്റാണ്. എന്നാൽ 2011 കോവളം പ്രദാനം ചെയ്തത് ജമീല പ്രകാശമാണ്. പക്ഷേ 2016 21 എം വിൻസെൻ്റ് കോവളം വിജയിച്ചുകൊണ്ട് വലിയ മറുപടി LDFന് കൊടുത്തു. ഇപ്പോഴിതാ തലസ്ഥാന ജില്ലയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം അത് അതികഠിനമാണ് എന്ന് മനസ്സിലാക്കി തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വട്ടിയൂർക്കാവോ നിയമമോ കെ മുരളീധരൻ തിരഞ്ഞെടുക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം നേമത്ത് കൂടി മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം നേമത്ത് ഒരു കാരണവശാലും BJP തിരിച്ച് അക്കൗണ്ട് തുറക്കരുത് എന്ന പിടിവാശി കെ മുരളീധരനോളം കേരളത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. 2021 തെരഞ്ഞെടുപ്പിൽ കുമ്മനം നിസാരമായി ജയിക്കും എന്ന് തോന്നിയ സമയത്ത് പോലും കെ മുരളീധരൻ പിടിച്ച 36,000 വോട്ട് അത് വലിയ വിലയാണ് ശിവൻകുട്ടിക്ക് നൽകിയത്. ശിവൻകുട്ടി 3000 വോട്ടുകൾക്ക് ജയിക്കാൻ കാരണം കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു മടങ്ങി വന്നാൽ കെ മുരളീധരന് വിജയം ഉറപ്പാണ്. അദ്ദേഹം പ്രശാന്തിനെതിരെ മത്സരിച്ചാലോ ഏത് ജനകീയനെന്ന് പറഞ്ഞ് അവിടെ സിറ്റിംഗ് MLA ആയി ഇരുന്നാലോ അവരൊന്നും കെ മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം മുന്നിൽ ഒന്നുമാകില്ല. തൃശ്ശൂരിലുണ്ടായത് ഒരു പ്രത്യേക സെനാറിയോ ആണ്. അവിടെ സുരേഷ് ഗോപി ചാരിറ്റി പ്രവർത്തനവുമൊക്കെ ആയി തോറ്റിച്ചും അവിടെ ആളുകളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിയാണ് 5 കൊല്ലം പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമായി ആളുകൾ അറിയാതെ ഇദ്ദേഹത്തിനെ വിശ്വസിച്ചു പോയി. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളൊക്കെ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കുണം പുറത്തു കാണിച്ചത്. എന്നാൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ എവിടെ നിന്നാലും അദ്ദേഹത്തിന് വോട്ട് പിടിക്കാനുള്ള കഴിവുണ്ട്. തീർച്ചയായും അത് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനും അതുപോലെ തന്നെ മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിലെ ഇമ്പാക്റ്റിനും അത് കാരണമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം 16,167 വോട്ടുകൾക്ക് 2011 വിജയിച്ച അദ്ദേഹം 7,600 വോട്ടുകൾക്ക് കുമ്മനത്തിനെ തോൽപ്പിച്ചാണ് വട്ടിയൂർക്കാവ് നിലനിർത്തിയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം വടകരയിൽ നിന്ന് ജയിച്ചപ്പോഴാണ് ട്വിസ്റ്റായത്. ഇതുപോലെ തന്നെയാണ് കോന്നി സീറ്റ്, അടൂർ പ്രകാശിൻ്റെ സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് CPIM പിടിച്ചെടുത്തത്. എന്നാൽ ഇത്തരത്തിൽ പിടിച്ചെടുത്ത സീറ്റുകളൊക്കെ തിരികെ പിടിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ സംഘടനാ ചുമതലയുള്ള അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം കൂടി UDF കൺവീനർക്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.